ഈയൊരു കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി യുവാക്കൾ ഏറെ നിരാശയിലാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് യുവാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. ഒരുപാട് ഉയരങ്ങളിൽ പഠിച്ചു, യൂണിവേഴ്സിറ്റികളിൽ റാങ്കോട് കൂടി പാസ്സാവുന്നു. അങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികൾ അവർക്ക് ഉന്നത നിലവാരമുള്ള ഒരു ജോലി പോലും ലഭ്യമാവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെയുണ്ട്. മാത്രമല്ല പലരും ഇന്ന് പലായനം ചെയ്യുകയാണ്. മിടുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ കേരളം വിട്ടു പോകുന്നു, ഇന്ത്യ വിട്ടു പോകുന്നു. അവരൊക്കെ പ്രതീക്ഷകൾ അർപ്പിക്കുന്നതും വിവിധ രാജ്യങ്ങളിലാണ്. ആ രാജ്യത്തെ നാഷണൽ ബിൽഡിങ്ങിന് വേണ്ടി നമ്മുടെ റിസോഴ്സുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ദുരവസ്ഥ ഇവിടെയുണ്ട്. അപ്പോൾ കേരളമെന്ന നമ്മുടെ സംസ്ഥാനം ഏറ്റവും വലിയ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഏറ്റവും നല്ല പ്രൊഫഷണൽസ്, ടെക്നോക്രാറ്റ്സ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതുപോലെ മറ്റ് റിസർച്ച് സ്കോളേഴ്സ് ഇവരൊക്കെ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഒരു വലിയ ദൗർഭാഗ്യകരമായ ഈ അവസ്ഥയെ ഇതിനൊരു പരിഹാരം നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് കോഴ്സുകൾ അന്താരാഷ്ട്ര തലത്തിലുണ്ട്. അതൊക്കെ തേടി പല സ്റ്റേറ്റുകളിലേക്കും ആളുകൾ പോവുകയാണ്. അപ്പോൾ അവർക്ക് കംഫർട്ടായിക്കൊണ്ട് ഇപ്പോൾ പലരും അവരൊക്കെ ഉദ്ദേശിക്കുന്നത് വിദേശത്ത് പോയി ജോലി പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യുന്ന രീതിയിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരവസ്ഥ വളരെ കുറവാണ്. കേവലം കാറ്ററിംഗ് സർവീസുകൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾ പാർട്ട് ടൈമായി പോയി ജോലി ചെയ്യുന്നത്. പക്ഷെ ഇന്ന് സംരംഭകർ, ഒരുപാട് ആശയങ്ങൾ ലോകത്ത് യുവാക്കളുടെ മനസ്സിൽ നിന്ന് വരുന്നുണ്ട്. അത്തരം ആശയങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങാൻ ഒരു യുവാവ് ഇവിടെ ശ്രമിക്കുമ്പോൾ അതിനൊരുപാട് നൂലാമാലകൾ. അപ്പോൾ അങ്ങനെ സംരംഭക സൗഹൃദമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ യുവാക്കളുടെ എല്ലാ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ ക്യാമ്പയിനാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം യൂത്ത് ലീഗ് ഒരു യുവജന പ്രസ്ഥാനമാണ്, യുവജന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പ്രതിപക്ഷത്ത് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ, കഴിഞ്ഞ 10 വർഷവും ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടത് യുവാക്കളുടെ പരാതികളാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ യാത്ര തുടങ്ങി. അദ്ദേഹത്തിന് കിട്ടുന്ന നിവേദനങ്ങളിൽ കൂടുതലും യുവാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ അത് ഗവൺമെൻറ് സെക്ടറിലുള്ള ആളുകൾ, കുടുംബശ്രീ ആണെങ്കിലും അതുപോലെ സാധാരണ തൊഴിലുറപ്പ് മേഖലയിലുള്ള നമ്മുടെ സാധാരണ തൊഴിലാളികൾ, ഇവരടക്കമുള്ള എല്ലാ മേഖലയിലുമുള്ള ആളുകൾ അവരൊക്കെ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ പഠിച്ചവർ, പഠിക്കാത്തവർ, അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ, ടെക്നോക്രാറ്റ്സുകൾ, ഇവരൊക്കെ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്ന ഈ മേഖലകളെ വ്യക്തമായ രീതിയിൽ അത് പഠിച്ചുകൊണ്ട് ഒരു ഗവേഷണം എന്നുള്ള രീതിയിൽ തന്നെ ഇത് എക്സ്പേർട്സിൻ്റെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇന്നത്തെ ഈ യുവാക്കളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടും ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ കേരളം പോവുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് വളരെ ഏറ്റവും പിറകോട്ട് വരുന്ന സ്റ്റേറ്റായി മാറുന്നതാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊക്കെ ഇപ്പോൾ യങ് വേൾഡാണ്, യങ് ഇന്ത്യയാണ്, യങ് കേരളയാണ്. അപ്പോൾ അവിടെ യുവാക്കൾക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടും യുവാക്കളെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ ഗവൺമെൻറ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ UDF അതിന് വലിയ രീതിയിൽ യുവാക്കളെ പരിഗണിക്കുന്ന രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റോ തീർച്ചയായും UDF തയ്യാറാക്കും. അതിന് പറ്റിയ നിർദ്ദേശങ്ങളാണ് യൂത്ത് ലീഗ് ഇവിടെ ഒരു യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫിറോസ് ഒന്നുകൂടി വിശദമായി. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഒരു യൂത്ത് മാനിഫെസ്റ്റോ തയ്യാറാക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു 2 രീതിയിലാണ് യൂത്ത് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത്. ഒന്ന്
പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ച്. മറ്റൊന്നൊരു യൂത്ത് കോൺക്ലേവ്, എക്സ്പേർട്ടുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു QR കോഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ ഒരു സർവേ ഫോമിലേക്ക് നമ്മുടെ ഡിവൈസ് പോകും. ഫോണിലാണെങ്കിൽ ഫോണ് പോകും. ഒരു 27 ക്വസ്റ്റ്യൻ നമുക്ക് ആ സർവേ ഫോമിൽ കാണാൻ സാധിക്കും. ആ 27 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ഉത്തരങ്ങൾ കൊടുക്കാം. ഇനി അതിൽ കൂടുതൽ ആർക്കെങ്കിലും വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ വിശദീകരിച്ച് ഉത്തരങ്ങൾ സമർപ്പിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കളുടെ അടുത്തു നിന്നാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ഈ QR കോഡ് വഴി അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നത്. മറ്റൊന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഒരു കോൺക്ലേവ്, യൂത്ത് കോൺക്ലേവ് 15-ാം തീയതി കോഴിക്കോട് ഹോട്ടൽ TRAയിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് യൂത്ത് കോൺക്ലേവ്. ആ യൂത്ത് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് പ്രധാനമായും നമ്മുടെ കോഴിക്കോട് കളക്ടറായിരുന്ന പ്രശാന്ത് IAS, അതുപോലെ സിനിമാ ഫീൽഡിലുള്ള രമേഷ് പിഷാരടി, ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറായിട്ടുള്ള ടോം ജോസഫ്, അതുപോലെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് തുടങ്ങി വിവിധ മേഖലയിലുള്ള അക്കാഡമീഷ്യൻസ്, അതുപോലെ വിവിധ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു കോൺക്ലേവാണ് ഈ വരുന്ന 15-ാം തീയതി കോഴിക്കോട് ഹോട്ടൽ TRAയിൽ വെച്ച് നടക്കുന്നത്. ഇവിടെ തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഗണനയും കൊടുക്കാത്തൊരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കപട വാഗ്ദാനങ്ങൾ മാത്രമാണ്, കപട പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വന്ന വാർത്ത നമ്മൾ കണ്ടു, PSCക്ക് 1-ാം റാങ്ക് കിട്ടിയ ആൾക്ക് ജോലിയില്ല. 4 കാറ്റഗറിയിൽപ്പെട്ട 1-ാം റാങ്ക് കിട്ടിയ ആളുകൾക്ക് പോലും ജോലി കിട്ടാത്ത ഒരു കേരളമായി നമ്മുടെ സംസ്ഥാനം മാറുമ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSCക്ക് ജോലി കൊടുത്ത സർക്കാർ ഞങ്ങളാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം തന്നെ നമുക്ക് പരിശോധിച്ചാൽ ബോധ്യമാകുന്നത് കേരളത്തിൻ്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ്. കേരളത്തിലെ എല്ലാ നിയമനങ്ങളും നടക്കുന്നത് PSC മുഖേനയാണ്. കേരളത്തിലെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അവിടെ പോലീസിൽ വേറെ റിക്രൂട്ടിംഗ് ആണ്. അതുപോലെ സർക്കാരിന് തന്നെ മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വേറെ റിക്രൂട്ടിംഗ് ഏജൻസികളാണ്. കേരളത്തിൽ അതിന് പകരമായി എല്ലാ റിക്രൂട്ടിംഗ് നടത്തുന്നത് PSC വഴിയായതുകൊണ്ട് ആ സംസ്ഥാനങ്ങളിലെ PSC മാത്രം എടുത്ത് പരിശോധിച്ച് താരതമ്യം ചെയ്തിട്ടാണ് കേരളത്തിൽ വലിയ നിയമനം നടക്കുന്നു എന്ന അവകാശവാദം സർക്കാർ നടത്തുന്നത്. എന്നാൽ അതിൽ തന്നെ 1-ാം റാങ്ക് കിട്ടിയ ആൾക്ക് പോലും ജോലി കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇനി എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകുന്നത്? ഇവിടെ പറഞ്ഞു, ഒന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് തൊഴിലവസരങ്ങൾ. തൊഴിലവസരങ്ങളെക്കുറിച്ച് പോലും വലിയ കപട വാഗ്ദാനങ്ങളാണ്, കാപട്യമുള്ള പ്രഖ്യാപനങ്ങളാണ്. ഇപ്പോൾ കേരളത്തിലെ വ്യവസായ മന്ത്രി P. രാജീവ് കേരളത്തിലെ പ്രശസ്തനായ ഒരു സിനിമാ താരത്തെ സാക്ഷി നിർത്തി മമ്മൂട്ടിയെ ഇരുത്തിയ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചത്, ലോകത്തിലെ ഏറ്റവും വലിയ സ്കാനിങ് കമ്പനികൾ 2 എണ്ണമാണ്. ഒന്ന് GE, മറ്റൊന്ന് ഫിലിപ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്കാനിങ് കമ്പനി GE ആണോ ഫിലിപ്സ് ആണോ എന്ന ചർച്ച അവിടെ നിൽക്കട്ടെ. ഏറ്റവും വലിയ സ്കാനിങ് കമ്പനി സീമെൻസ് ആണ്. അതിൻ്റെ തർക്കം അല്ല നമ്മുടെ പ്രശ്നം. പക്ഷേ ഈ GE അതിൻ്റെ സ്കാനിങ് ഡിവൈസ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ആണെങ്കിൽ നല്ല കാര്യമാണ്, നമുക്കൊക്കെ അഭിമാനിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, ഈ ഡിവൈസ് ഇവിടുന്ന് നിർമ്മിക്കുന്നു, അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു, അമേരിക്കയിൽ നിന്ന് തലച്ചോറ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ അതിനകത്ത് വെക്കുന്നു, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അമേരിക്കയിൽ നിന്ന് ഈ സ്കാനിങ് ഡിവൈസ് പോകുന്നു. കേരളമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. എന്തൊരു പച്ചയായ കാപട്യമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. GE സ്കാനിങ് ഡിവൈസ് നിർമ്മിക്കുന്നത് കേരളത്തിൽ വെച്ചല്ല, നിർമ്മിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. വിപ്രോ GE ഹെൽത്ത് കെയർ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ആ വിപ്രോ GE ഹെൽത്ത് കെയറിൻ്റെ ഒരു സ്ക്രൂവോ മറ്റോ എന്തോ ഒരു ഡിവൈസ്, ചെറിയൊരു ഡിവൈസ് കേരളത്തിൽ നിന്ന് എത്രയോ കാലമായി നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കാനിങ് മെഷീൻ പൂർണ്ണമായും ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നാണെന്നും അമേരിക്ക ആകെ ചെയ്യുന്നത് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ തലച്ചോറ് അതിനകത്ത് വെക്കൽ മാത്രമാണ് എന്നും ഇത്ര പ്രശസ്തരായ സിനിമാ താരങ്ങളെയൊക്കെ സാക്ഷി നിർത്തി പറയാൻ മാത്രമുള്ള ഒരു തൊലിക്കെട്ടി കേരളത്തിലെ വ്യവസായ മന്ത്രിക്കുണ്ട്. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചൊരു കാര്യം, ഓരോ വർഷവും 1 ലക്ഷം സംരംഭം.
കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും ഒന്നാമത്തെ പേജിൽ, പ്രിന്റും മീഡിയകളുടെ ഒന്നാമത്തെ പേജിൽ പരസ്യം കൊടുത്തു. പി രാജീവിൻ്റെ തല വെച്ചു, മുഖ്യമന്ത്രിയുടെ തല വെച്ചു, ഒരു വലിയ പരസ്യമായിരുന്നു ഒന്നാമത്തെ പേജിൽ, മുഴുവൻ പേജായിരുന്നു. ഈ സംരംഭങ്ങളുടെ ലിസ്റ്റ് ഞങ്ങൾ വിവരാവകാശ പ്രകാരം ചോദിച്ചു, തന്നില്ല. പിന്നെ ഞങ്ങളത് ലോക്കൽ ബോഡി കയ്യിൽ നിന്നും ഞങ്ങളത് ശേഖരിച്ചു. അപ്പം നോക്കിയപ്പോൾ ഞെട്ടിപ്പോയത്, എത്രയോ വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, അത് പുതുക്കാൻ വേണ്ടി, ലൈസൻസിന് പുതുക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ ആ ലൈസൻസ് പുതുക്കിയത് മുഴുവനും പുതിയ സംരംഭമായിട്ടാണ് സർക്കാർ അവകാശവാദമായി ഉന്നയിച്ചത്. ഇതാണ് കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ഇനീഷ്യേറ്റീവിൽ ഒരു പുതിയ സംരംഭം കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ 10 കൊല്ലമായി സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് സംസ്ഥാനത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സിറ്റിസൺസ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കുന്നു, പാർട്ടിയുടെ ഒരു പ്രവർത്തനമാക്കി. ഞങ്ങൾ അഭിപ്രായം ശേഖരിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ്, പാർട്ടി ഫണ്ട് ഉപയോഗിച്ചാണ്. CPM എന്തിനാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു സർവേ നടത്തുന്നത്? ഇലക്ഷൻ പ്രചരണം നടത്തേണ്ടത് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണോ? ഓരോ പാർട്ടികൾക്കും ഇലക്ഷൻ പ്രചരണം നടത്താനും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കാനൊക്കെ അവകാശമുണ്ട്. ഞങ്ങളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ഈ സർക്കാരിൻ്റെ വീഴ്ചകളെ മറച്ചു വെക്കാനും സർക്കാർ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്ന് ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കാനുമൊക്കെ സർക്കാരിൻ്റെ പണം ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ വീഴ്ചകളും അതുപോലെ ഇനി ഒരു 5 വർഷം കേരളത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ യുവാക്കളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു മാനിഫെസ്റ്റോയാണ് ഞങ്ങൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം, ഈ അഭിപ്രായ സ്വരൂപണത്തിന് ശേഷം ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് ഞങ്ങളത് നൽകും. അതുപോലെ തന്നെ UDF ലീഡർഷിപ്പിന് ഞങ്ങളത് നൽകും. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ എക്സ്പെർട്ടുകളുടെയൊക്കെ പുറമെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും VK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ യൂത്ത് കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് പുറമെയാണ് വിവിധ മേഖലയിലെ എക്സ്പേർട്സും ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ യൂത്ത് സ്കാനും അതുപോലെ തന്നെ യൂത്ത് സ്കാനിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം യൂത്ത് കോൺക്ലേവും പരമാവധി മാധ്യമ കവറേജ് നൽകി അതിന് പിന്തുണ നൽകണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നാളെയും മറ്റന്നാളുമാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കുന്നത്, 11-12 തീയതികളിൽ. അതിനുശേഷം 15-ാം തീയതി യൂത്ത് കോൺക്ലേവ്. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനുള്ള സമയമാണ്. ആ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ UDF നേതൃത്വത്തിന് മുമ്പാകെ ഇപ്പോൾ സമർപ്പിക്കുന്നത്. അടുത്ത UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ, ഞങ്ങളുടെ വിശ്വാസപ്രകാരം UDF ഗവൺമെൻറ് അധികാരത്തിൽ വരും. അങ്ങനെ അധികാരത്തിൽ വന്നാൽ ഗവൺമെൻറ് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യും. അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ആ മാനിഫെസ്റ്റോയിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ശ്രമങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ട് കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മാനിഫെസ്റ്റോ, നിങ്ങൾ തയ്യാറാക്കുന്ന മാനിഫെസ്റ്റോയിലെ പ്രധാന കാര്യങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താമെന്ന് അദ്ദേഹം ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. UDF പല മേഖലയിലുമുള്ള കോൺക്ലേവ് നടത്തിയിട്ടുണ്ട്. ഹെൽത്ത് കെയർ, അതുപോലെ എഡ്യൂക്കേഷൻ, അതുപോലെ വ്യവസായം. ഇതൊക്കെ വലിയ രീതിയിലുള്ള വളരെ ഗൗരവപൂർവ്വം എക്സ്പേർട്സിനെ ഉപയോഗിച്ചുകൊണ്ട് പല കോൺക്ലേവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യുവാക്കളുടെ വലിയ പ്രശ്നം അത് കോൺക്ലേവ് രൂപത്തിൽ നമ്മൾ നടത്തിക്കൊണ്ട് അതിൻ്റെ ഒരു അഭിപ്രായ ഒരു സ്വരൂപണം നടത്തി അത് നമ്മുടെ UDFിനെ സമർപ്പിക്കും. അതിന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായും യൂത്ത് ലീഗ് അതിനൊരു മുൻകൈ എടുക്കും. അതായത് പല ഭാഗത്തും ഒറ്റപ്പെട്ട രീതിയിൽ പറയുമ്പോൾ ഇത്ര ആളുകൾക്ക് എന്ന് യൂത്ത് ലീഗ് പറഞ്ഞാൽ അത് ലീഗ് അംഗീകരിച്ചാൽ സ്വാഭാവികമായി ആ വഴി മറ്റു പാർട്ടികൾക്ക് LDFിലേക്ക് തുടരേണ്ടി വരും. അതിപ്പോൾ തങ്ങൾ പറയുമ്പോൾ മറ്റേ യൂത്ത് സംഘടനയുടെ പ്രസിഡന്റ് പറയുന്നതിനേക്കാൾ ഒരു വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളൊക്കെ മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് യൂത്ത് ലീഗിന് അവസരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും വലിയ നിര തന്നെ യൂത്ത് ലീഗിന്
പരിഗണന ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടേമിലും യൂത്ത് ലീഗിന് വലിയ രീതിയിലുള്ള ഒരു പരിഗണന ഉണ്ടാവും. കാരണം യുവാക്കളെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് യുവാക്കളെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയുള്ള രീതിനെ ആയിരിക്കും മുസ്ലിം ലീഗ് തീരുമാനമെടുക്കുക. അപ്പോൾ അത് തീർച്ചയായും ലീഡർഷിപ്പ് അങ്ങനെ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ പാർട്ടിയോട് ഞങ്ങൾ ആവശ്യപ്പെടും. അത് സ്വാഭാവികമാണ്. പാർട്ടിയോട് ഓരോ പോഷക സംഘടനയ്ക്കും അവരുടേതായ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ഏറ്റവും മികച്ച പ്രകടനം നടത്തിയെന്ന് വിലയിരുത്തപ്പെടുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് അതുൾപ്പെടെ മുൻനിർത്തി യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ള ക്ലെയിമിങ് അവിടെ ഉണ്ടല്ലോ. നമ്മൾ ക്ലെയിമായിട്ട് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നമുക്ക് അർഹതയുണ്ട്. ആ അർഹതക്കനുസരിച്ചിട്ടുള്ള ഒരു അംഗീകാരം നമുക്ക് കിട്ടും തന്നെയാണ് ഞങ്ങൾ ഒരു കോൺവെർസേഷനിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എത്ര സീറ്റ് കിട്ടും എന്താണെന്നൊന്നും അത് നമുക്ക് പറയാൻ കഴിയില്ല. അത് പിന്നെ വിന്നബിൾ പോസിബിലിറ്റി ഉണ്ട്. ഇത് ആകെ കുറച്ച് സീറ്റേ ഉള്ളൂ. ഇതിപ്പം ഒരുപാട് മണ്ഡലങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ ഉള്ള മണ്ഡലത്തിൽ നമ്മൾ യൂത്തിനെ എവിടെ ഉൾപ്പെടുത്തുന്നത് പാർട്ടി തീരുമാനിക്കുക. പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ അതിനുള്ള UDF വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. അല്ല, UDFിനോട് സീറ്റ് ഞങ്ങൾ നേരത്തെ ഒരു സമവായത്തിലൂടെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ സീറ്റ് വാങ്ങി അങ്ങനെയുള്ള ഒരു ക്ലെയിം എന്ന നിലക്കല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയോട് കൂടി ഒരുപാട് മുന്നണികൾ നമ്മുടെ കൂടെ വരാൻ തയ്യാറായി വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരെയും പരിഗണിച്ച് നല്ല രീതിയിലുള്ള നല്ലൊരു കാൻഡിഡേറ്റ്സ് ലിസ്റ്റായിരിക്കും UDF ഈ സമൂഹത്തിന് മുന്നിൽ വെക്കുക. ജനസംഖ്യാനുപാതികമായി വികസന സാധ്യതയോടെ മലപ്പുറം വിഭജിക്കുന്ന ഒരു പ്രമേയമാണ്. ഇതിനു മുമ്പ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആവശ്യമുണ്ട്. മുമ്പ് യൂത്ത് ലീഗ് 1990-കളിലൊക്കെ ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ് കോഴി MLA കൊണ്ട് പറഞ്ഞത്. യൂത്ത് ലീഗിന് ഇപ്പോഴും ഇപ്പോഴത്തെ അഭിപ്രായമുണ്ട്. നയപരമായിട്ടുള്ള കാര്യമാണ് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടി വളരെ ഗൗരവപൂർവ്വം എന്താണെന്നുള്ളതിൻ്റെ കാര്യം ഞങ്ങൾക്ക് അതിനായിട്ടുള്ള അഭിപ്രായം പിന്നെ പറയുമ്പോൾ പാർട്ടിയോട് അതുമായി ആലോചിക്കണം. അത് വളരെയധികം ഒരു സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും ഒക്കെ ആലോചിച്ചതിന് ശേഷം ഞങ്ങളത് ഏതാണ് രീതിയിലുള്ള ഒരു ക്ലെയിം നമ്മൾ നടത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും DYFI അവർ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വലിയ ക്യാമ്പയിനായിട്ടാണ് കൊണ്ടുവരുന്നത്. ഒപ്പം അവർ UDFിലെ രാഹുൽ മാമൂസത്തിന്റെ വിഷയം യൂത്ത് ഉണ്ടായ ഒരു അപജയമായി കൊണ്ടുവരുന്നു. അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും UDFിലെ യൂത്തിനെ? അല്ല, ഇവിടെ ഞങ്ങൾ ഒരുപാട് ജീവകാരുണ്യം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. പക്ഷേ ഞങ്ങൾ അത് പറഞ്ഞിട്ട് വോട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയോ കാലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു പാർട്ടിക്കും ഞങ്ങളെ ആവശ്യക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ പാർട്ടിക്ക് അത് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായും അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നതാണ്. ഇവിടെ രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്. രാഷ്ട്രീയപരമായി നമ്മുടെ ആശയങ്ങളും നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ, ഇവിടുത്തെ ഭരണത്തിലുള്ള വീഴ്ച, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രചാരണ രംഗത്തുണ്ടാവുക. അല്ല, വനിതകളെ ലീഗ് പരിഗണിക്കും. അത് ആരാണെന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. ഈ മന്ത്രി പി രാജനെ കുറിച്ച് ഫിറോസായി പറയുകയുണ്ടായിരുന്നു. വ്യവസായ വകുപ്പ് സ്വാഭാവികമായിട്ട് UDFിന്റെ കാലത്ത് കൈകാര്യം ചെയ്യാറുള്ളത്. ഇപ്പോൾ നിയമസഭയിൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട കമ്പാരിസൺ ഉണ്ടായിരുന്നു. മന്ത്രി പി രാജീവിന്റെ കാലത്ത് വ്യവസായ വകുപ്പ് പൂർണ്ണമായിട്ട് പിന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് അവകാശവാദം ഉന്നയിക്കാനുള്ളത്? ഈ പറഞ്ഞ അവകാശവാദങ്ങൾക്കൊന്നും ഒരു ആധികാരികതയില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ഒന്നാമത്തെ പേജിൽ ഓരോ വർഷവും 1 ലക്ഷം സംരംഭം തുടങ്ങി ഈ സർക്കാർ എന്ന് അവകാശപ്പെടുമ്പോൾ അതെന്താണെന്ന് പുറത്ത് പറയാനുള്ളൊരു ധൈര്യം അദ്ദേഹം കാണിക്കണ്ടേ? എവിടെയാണ് ഈ 1 ലക്ഷം സംരംഭം ഉള്ളത്? ഞങ്ങൾ വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ട് അതിന് മറുപടി പോലും തന്നില്ല.
കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, അവർക്ക് മറുപടി കൊടുത്തില്ല. ഞങ്ങളുടെ സോഴ്സ് ഉപയോഗിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയ സ്ഥാപനങ്ങൾ തന്നെ എത്രയോ വർഷമായി, നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ്, എത്രയോ വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ലൈസൻസ് പുതുക്കാൻ വേണ്ടി ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അപേക്ഷ കൊടുത്താൽ ആ വന്ന അപേക്ഷകൾ മുഴുവനും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അവരുടെ ശ്രമഫലമായി തുടങ്ങിയതാണ് എന്ന് പറയുന്നത് കാപട്യമല്ലേ? അത് വസ്തുതകൾക്ക് നിരക്കുന്നതാണോ? രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, കേരളത്തിൽ നിന്നാണ് സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ആരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ്? ഒരു വ്യവസായ മന്ത്രിക്ക് അങ്ങനെ പറയാൻ ഉണ്ടാകുന്ന ഒരു തൊലിക്കട്ടിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് കേരളം ചർച്ച ചെയ്യാത്തത്? കേരളത്തിൽ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? എവിടെ വെച്ചിട്ടാണ് സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നത്? കൊച്ചിയിലെ SFO എന്ന് പറയുന്നൊരു കമ്പനിയിൽ അതിൻ്റെ ചെറിയൊരു ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ഒരു ചെറിയ പാർട്ട്, ഒരു ചെറിയ ചിപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാണോ സ്കാനിങ് മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നാണെന്ന് പറയുന്നത്? അപ്പം ഇങ്ങനെ സത്യങ്ങൾ, അർദ്ധസത്യങ്ങളും കളവുകളും പ്രചരിപ്പിച്ചുകൊണ്ട് വ്യവസായ മേഖലയിൽ കേരളം എന്തൊക്കെയോ ചെയ്തു എന്ന് അവകാശപ്പെടുന്നതല്ലാതെ നേരത്തെ UDFൻ്റെ കാലത്ത് തുടങ്ങിയ IT പാർക്കുകൾ പോലെ, വ്യവസായ പാർക്കുകൾ പോലെ കേരളത്തിലെ എന്ത് മാറ്റമാണ്, അക്ഷയ പദ്ധതികൾ പോലെ എന്ത് മാറ്റമാണ് ഒരു ലാൻഡ്മാർക്കായി കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് സാധിച്ചത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ അവിടുത്തെ പല ഇൻഫ്രാസ്ട്രക്ചറും വിറ്റുകൊണ്ട് അതിന് ശമ്പളം കൊടുക്കുന്ന ഒരു ഗതികേടിലാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കേരളത്തിലെ വ്യവസായ രംഗത്തെ ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കപടമായ വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ അവകാശവാദങ്ങളും നൽകി ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാ മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആരോഗ്യരംഗത്ത് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ എന്താണ്? മെഡിക്കൽ നെഗ്ലിജൻസ് നിരന്തരമായി ആവർത്തിക്കുന്നു. 1-2 സംഭവമാണെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് വിചാരിക്കാം. ഇത് ചോദിക്കാനും പറയാനും നാഥനില്ലാത്ത ഒരു ആരോഗ്യ വകുപ്പായി, അതിന് തലപ്പത്തിരിക്കുന്ന ആരോഗ്യമന്ത്രിയായി കേരളം ഭരിക്കുന്ന സർക്കാരും അതിൻ്റെ മന്ത്രിയൊക്കെ മാറുന്ന കാഴ്ചയാണ് ആരോഗ്യ മേഖലയിൽ കാണുന്നത്. ടൂറിസം മേഖലയിൽ ഇപ്പോൾ കോവിഡിന് ശേഷം ടൂറിസം രംഗത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത് കൂടുതൽ ശീലമാക്കിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലേക്ക് വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. ടൂറിസം പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടുന്നതാണ് ടൂറിസം പദ്ധതി. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടി ഒരു കാലിൻ്റെ മുകളിൽ തൂക്കുന്നതാണ് ടൂറിസം പദ്ധതി എന്നാണ് ടൂറിസം മന്ത്രി വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ടൂറിസ്റ്റുകൾ വരുമോ? വിദേശ ടൂറിസ്റ്റുകളുടെ വരവിൽ കേരളത്തിൽ വലിയ കുറവല്ലേ ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ ടൂറിസം മേഖലയിൽ എന്താണ് ഈ സർക്കാർ ചെയ്തത്? അങ്ങനെ ഏത് വകുപ്പെടുത്ത് പരിശോധിച്ചാലും, ഇനി വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ സർവകലാശാല തുടങ്ങാൻ കഴിഞ്ഞോ ഈ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ? ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഉള്ള സർവകലാശാലയിൽ പുതിയൊരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു കോഴ്സ് തുടങ്ങാൻ കേരളം ഭരിക്കുന്ന സർക്കാർ 10 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവല്ല. തുടർച്ചയായി 2 ടൈം ഭരിക്കാൻ കിട്ടുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും? ഈ കുട്ടികളൊക്കെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നതും, ഇവിടെയുള്ള യുവാക്കൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ പുറത്തേക്ക് തൊഴിലിന് പോകുന്നതും കേരളത്തിൽ പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ പിൻവാതിൽ നിയമനത്തിന് ഒരു കുറവുമില്ല. 10 കൊല്ലം മുമ്പ് പിൻവാതിൽ വഴി നിയമനം കിട്ടിയ ഒരാൾക്ക് ഇപ്പോൾ അവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുകയാണ്. അവിടെ റിസർവേഷൻ ഇല്ല, അവിടെ PSCയുടെ പരീക്ഷയില്ല, ആകെ യോഗ്യത കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളത് മാത്രമാണ്. സ്ഥിരപ്പെടുത്താൻ വേണ്ടി കൊടുത്ത ഒരു അപേക്ഷയിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഇവരെല്ലാം ദേശാഭിമാനിയുടെ വരിക്കാരാണ്, പോരാത്തിന് പാർട്ടിയുടെ പ്രവർത്തകരുമാണ്, അതുകൊണ്ട് ഇവരെ സ്ഥിരപ്പെടുത്തണം. അതാണോ അടിസ്ഥാനം? ഒരാളെ ജോലി സ്ഥിരപ്പെടുത്താനുള്ള യോഗ്യത ദേശാഭിമാനി വരിക്കാരനാവലാണോ? AKG സെൻറ്ററിലാണ് തൊഴിൽ കൊടുക്കുന്നതെങ്കിലും ഒക്കെ ദേശാഭിമാനി വരിക്കാരനാണോ, CPM പ്രവർത്തകനാണോ? ഒരു സംഘടന മന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ കൃത്യമായി എഴുതി വെക്കുകയാണ്. ഇതൊന്നും കേരളത്തിൽ വലിയ ചർച്ചയാകുന്നില്ല. മാധ്യമങ്ങൾ ഇത് കാണുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് മാത്രമാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. 2 ടേം തുടർച്ചയായി അധികാരം കിട്ടിയത് കൊണ്ട് ആകെ ഉണ്ടായ നേട്ടം 10 കൊല്ലം മുമ്പ് താൽക്കാലികമായി നിയമനം നേടിയ ഒരു CPMകാരന് 10 കൊല്ലത്തൊരു ടേം വെച്ചിട്ട് അയാളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി തീരുമാനമെടുക്കുന്നു സർക്കാർ എന്നത് മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത്. LDF ഭരണത്തിൻ്റെ 10 വർഷത്തെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഈ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് കടന്നാൽ ഇപ്പം CPM ജാഥ നടത്തുന്നത്, LDF നടത്തുന്നത്, അതിൽ തുടർച്ചയായിട്ട് കോൺഗ്രസിനെ, ലീഗിനെ ഉൾപ്പെടെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ബന്ധം പറഞ്ഞിട്ടാണ്. ഒരു
താങ്കൾ ഉൾപ്പെടുന്ന മുസ്ലിം യൂത്ത് ലീഗിലെ നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് യൂത്ത് ലീഗിന്റെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ നിലപാട്? അല്ല, അക്കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDF പിന്തുണ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. എത്രയോ കാലമായി അവരുടെ പിന്തുണ ഇടതുപക്ഷത്തിനായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അല്ല, അവരുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ ജമാഅത്തെ ഇസ്ലാമി എത്രയോ കാലമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ ഉറ്റ കൂട്ടുകാരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ പറഞ്ഞത് ആർക്കൈവ്സിലുണ്ട് മാധ്യമങ്ങളുടെ. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറുകയും ഇടതുപക്ഷത്തിന് പകരമായി കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടത് UDF ആണെന്ന് പൊതുവിൽ ജനങ്ങളെല്ലാം തീരുമാനിച്ചൊരു ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചു ഇടതുപക്ഷത്തെ മാറ്റണം, കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടത് UDF ആണ്. അപ്പോൾ അവർ UDF പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത് വെൽഫെയർ പാർട്ടിയാണ്. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം മാറ്റുമ്പോൾ അവരെക്കുറിച്ചുള്ള അഭിപ്രായത്തിൽ മാറ്റം വരുത്തുന്നത് CPM ആണ്. UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പിന്തുണ നൽകാൻ, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ, ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ അഴിമതി മാത്രം മുഖമുദ്രയാക്കിയ വികസന കാര്യത്തിൽ കേരളത്തെ പിറകോട്ടടിച്ച ഇടതുപക്ഷത്തെ താഴെ ഇറക്കി UDF അധികാരത്തിൽ കൊണ്ടുവരാനുള്ള വിശാലമായ ഒരു അജണ്ടയിലേക്ക് വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള സംഘടനകൾ പിന്തുണ നൽകുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കണമെന്ന തീരുമാനമാണ് UDF എടുത്തത്. അത് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായങ്ങളോ അല്ല. ഈ പൊതു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനവുമായി UDF മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനത്തിന് സഹായകരമാകുന്ന ഒരു പിന്തുണ നൽകാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചപ്പോൾ ഞങ്ങളത് സ്വീകരിച്ചു. അവർ മതരാഷ്ട്രവാദം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയോട് യോജിപ്പുണ്ടോ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിൽ? അവർ തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അതിൻ്റെ അമീർ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ഒരു ചാനലിന് അതിൻ്റെ അമീർ കൊടുത്ത അഭിമുഖത്തിൽ അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. അവർക്കില്ലാത്ത ലക്ഷ്യത്തെക്കുറിച്ച് പിന്നെ നമ്മളെന്തിനാണ് വേവലാതിപ്പെടേണ്ടത്? ഒന്നാമത്തെ കാര്യം, ആ സംഘടന തന്നെ എത്രമാത്രം ചെറിയ സംഘടനയാണ് ഇന്ത്യയിൽ. അവർ വിചാരിച്ചാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയുമോ? വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി അതാണോ? ഒരു മുഖ്യമന്ത്രി ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയിലേക്ക് വെടിയുതിർക്കുകയും അത് അഭിമാനത്തോടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ആശങ്കപ്പെടുന്നതിന് പകരം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കയല്ലേ ഈ നാട്ടിലെ ഓരോ പൗരന്മാർക്കും ഉണ്ടാവേണ്ടത്? ഒരു നാട്ടിൽ ജയിക്കുന്ന ആളുകളുടെ മതം നോക്കി അത് പരിശോധിച്ചാൽ വർഗീയതയാണ് എന്ന് പറയുന്ന ഭരണകൂടമുള്ളൊരു സ്റ്റേറ്റിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? കാസർകോട്ടെയും മലപ്പുറത്തെയും ജയിച്ച ആളുകളുടെ മതം നോക്കിയാൽ അവിടുത്തെ വർഗീയത തിരിച്ചറിയാമെന്ന് ഒരു സെക്യുലർ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ പോലും പറയുന്നൊരു കാലത്ത് അതൊക്കെയല്ലേ ഇപ്പോൾ കാലത്ത് ആശങ്കപ്പെടേണ്ട വസ്തുതകൾ. ആ വസ്തുതകളെ മറച്ചു വെക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് വിഷയങ്ങളെ വഴിതിരിച്ച് വിടുകയാണ് വേണ്ടത്. യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ്. വർത്തമാനകാല ഇന്ത്യയും വർത്തമാന കേരളവും ഇതാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിശാലമായ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു പിന്തുണയാണ് വെൽഫെയർ പാർട്ടിയുടേതെന്ന് പറഞ്ഞല്ലോ. അല്ല, STP പോലെയാണോ വെൽഫെയർ പാർട്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട്. STPയും വെൽഫെയർ പാർട്ടിയും രണ്ട് സംഘടനയാണ്. STP കേരളത്തിൽ നടത്തിയിട്ടുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഒരു നിലയ്ക്ക് യോജിക്കാൻ കഴിയാത്തതാണ്. ആ നിലയ്ക്ക് വെൽഫെയർ പാർട്ടി കേരളത്തിൽ ചർച്ചയായിട്ടുണ്ടോ? STPയും വെൽഫെയർ പാർട്ടിയും സമീകരിക്കാൻ സാധിക്കുമോ? അതൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇത്തരം ചെറിയ സംഘടനകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരമായിട്ട് ചർച്ച ചെയ്യേണ്ട കുറേ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ വിഷയങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. അത് മറച്ചു വെക്കാൻ വേണ്ടി ഇത്തരം ചെറിയ സംഘടനകളുടെ പേരുകളൊക്കെ പറഞ്ഞ്
വിഷയങ്ങളെ വഴിതിരിച്ചു വിടരുത് എന്നൊരു അഭ്യർത്ഥന പുറത്തുമൊക്കെ മുസ്ലിം ലീഗും കോൺഗ്രസും UDF-ഉം ഒക്കെ ശക്തമായ സമരരംഗത്തുണ്ട്. സമാനമായ രീതിയിൽ CPM-ന് നിലകൊള്ളാൻ സാധിക്കുന്നുണ്ടോ? അവരിപ്പോ നേരെ പോയത് കർണാടകയിലാണ്. കർണാടകയിൽ ഏതോ ഫ്ലാറ്റ് ഒഴിപ്പിച്ചതിന്റെ വിഷയം പറഞ്ഞ് അതിലെ മതം തെരഞ്ഞ് അത് എങ്ങനെ മതപരമായ ഒരു പ്രശ്നമാക്കി മാറ്റാൻ സാധിക്കുമോ എന്ന ആലോചനയാണ് CPM നടത്തിയത്. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM ഇപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിൽ അതിശക്തമായി പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനാണ് അവരുടെ ഊർജ്ജവും സമയമൊക്കെ അവർ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ കാപട്യമല്ല ഞങ്ങൾ പറയേണ്ടത്, ആ കാപട്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ അത് തുറന്നു കാണിക്കുന്നു. PMC കരാർ ഇതൊക്കെ ഒരു വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയും PMC കരാർ ഒപ്പിടുകയും ചെയ്തത് ആർക്കാണ് മറക്കാൻ സാധിക്കുക? RSSന്റെ താത്വിക ആചാര്യന്മാരെ കേരളത്തിലെ സിലബസുകളിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് SFIയുടെ സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ ആ പ്രസംഗത്തിന്റെ മുമ്പ് തന്നെ BJP-യുമായി ധാരണയുണ്ടാക്കി എന്ന് പുറലോകം അറിഞ്ഞത്? അപ്പൊ PMC കരാറിൽ ഒപ്പുവെച്ചത് അവസാനം CPI ഉൾപ്പെടെയുള്ളവർ ശക്തമായി രംഗത്ത് വന്നുകൊണ്ടല്ലേ ആ കരാറിന് പുറകോട്ട് പോണ്ടി വന്നത്. ഇപ്പോഴും അത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ കാപട്യമാണ് CPM പൊതുവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പലക്കള്ളന്മാർ കടത്തുപുറത്തുനിന്നുള്ള ഒരു ടാഗ്ലൈൻ ആയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റെടുത്തത്. അപ്പോൾ ഈ അന്വേഷണം പുരോഗമിച്ച ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ പരിധിയിൽ UDF കൺവീനറൊക്കെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കടം കേസിൽ അന്വേഷണ പരിധിയിൽ UDF-ന്റെ കൺവീനർ എത്തുകയാണ്. അപ്പോൾ അത് ശബരിമല വിഷയം UDF-ന് തന്നെ തിരിച്ചടിയാകുന്ന ഒരു ഘട്ടത്തിലല്ലേ ഇപ്പോൾ അതുള്ളത്? ഒരിക്കലും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയില്ല. അതായത് CPM നേതാക്കന്മാർ ആരൊക്കെ ജയിലിൽ കിടക്കുന്നത്? CPM-ന്റെ മുൻ MLA, സെക്രട്ടേറിയറ്റ് മെമ്പർ, CPM നേതാക്കന്മാർ. അതും കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഒരു സമയത്ത് കോടതിയുടെ മേൽനോട്ടം വന്നപ്പോഴേക്ക് CPM നേതാക്കന്മാർ വരി വരിയായി ജയിലിൽ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ UDF നേതാക്കന്മാരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ആര് വേണമെങ്കിലും ചോദ്യം ചെയ്തോളട്ടെ, ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു പരാതിയുമില്ല. UDF നേതാക്കന്മാർ തന്നെ അക്കാര്യം പറഞ്ഞു. പക്ഷേ ജയിലിൽ കിടക്കുന്ന ആരൊക്കെയാണ്? പിണറായിയുടെ കാലത്ത് പോലീസ് അന്വേഷണത്തിൽ കോടതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടായപ്പോഴേക്ക് ഇത്ര CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നുവെങ്കിൽ കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടായാൽ കേരളത്തിലെ പോലീസിന് എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടാവും? കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടായി ഈ പോലീസ് അന്വേഷണം മുമ്പോട്ട് പോയാൽ
ഒരു സംശയം വേണ്ട, CPM-ൻ്റെ പല നേതാക്കന്മാരും ഇനിയും ജയിലിലേക്ക് പോകും. ഇപ്പോൾ ഈ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം അടക്കം സമർപ്പിക്കാതെ ജയിലിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. SIT-യിൽ പിന്നീട് CPM നേതൃത്വം ഇടപെട്ടു എന്നതിൻ്റെ തെളിവല്ലേ അത്? ആ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം UDF നേതാക്കന്മാരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത്. അങ്ങനെയൊക്കെ ചോദ്യം ചെയ്താലും ഇതിലെ യഥാർത്ഥ പ്രതികൾ CPM നേതൃത്വമാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ഇതിനകം മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്ര കോൺഗ്രസ് നേതാക്കന്മാരെയും എത്ര UDF നേതാക്കന്മാരെയും ഇങ്ങനെ ഒരു പുകമറ ഉണ്ടാക്കാൻ വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രതികളെ മറച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന് CPM നേതൃത്വത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ബോധ്യമാകും. ഹൈക്കോടതിയല്ലേ ചോദിച്ചത്? 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് പ്രതികളെ സഹായിക്കാൻ വേണ്ടിയാണോ? കേരള ഹൈക്കോടതിയാണ് സംശയം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് SIT-യുടെ അന്വേഷണത്തിൽ പൂർണ്ണമായി തൃപ്തിയാണ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പൂർണ്ണമായി തൃപ്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത്? ഈ പ്രതികൾ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? കോടതി എല്ലാ നിലക്കും ജാമ്യാപേക്ഷ, സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷ തള്ളി. ഒടുവിൽ എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്നവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്? ഈ ഒരു ആനുകൂല്യത്തിൻ്റെ ഫലത്തിലാണ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന ആനുകൂല്യത്തിൻ്റെ ഫലത്തിലാണ് പ്രതികൾ പുറത്തിറങ്ങിയത്. അപ്പോൾ SIT-യുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തൃപ്തികരമാണ്, ശരിയായ ദിശയിലാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടില്ല. അത് 3 ടേം എന്നുള്ളത് പാർട്ടി പലപ്പോഴും കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലാണ് അത് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിട്ടുള്ളത്. ഇത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റേതായ നമുക്ക് കുറച്ച് സീറ്റുകളുണ്ട്. അപ്പോൾ കഴിവുള്ളവർ ചിലപ്പം വീണ്ടും മത്സരിക്കേണ്ടി വരും. അതൊക്കെ അതിൻ്റേതായ ഒരു മെറിറ്റ് അനുസരിച്ചുകൊണ്ടായിരിക്കും അത് തീരുമാനമെടുക്കുക. അപ്പോൾ അതിൽ പാർട്ടി എന്താണ്, പാർട്ടി വളരെ ഗൗരവപൂർവ്വം തന്നെ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ വേണം. നല്ലൊരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ ആ അർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് പാർട്ടി വളരെ പക്വമായ രീതിയിൽ തന്നെ അതിനെ മെറിറ്റനുസരിച്ച് തീരുമാനിക്കും. ജമാഅത്തെ ഇസ്ലാമി വളരെ ചെറിയ സംഘടനയാണെന്ന് ഈ പറയുന്നു. അവസ്ഥ പിന്നെ ഗൗരവത്തോടെ കാണുന്നത്, ജാഗ്രത പുലർത്തുന്നു പറയുന്നു. സമ്മേളനത്തിൽ പ്രമേയമൊക്കെ പാസ്സാക്കുന്നുണ്ട്. അവസ്ഥ വളരെ ഗൗരവമുള്ള വിഷയമാണെന്നാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല, സമസ്ത ഓരോ സംഘടനക്കും അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അവരെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങളും പറയാം. അപ്പോൾ അത് സംഘടന ചെറുതാ വലുതാന്നുള്ളത് അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് പിന്നെ ചിലപ്പോൾ ചെറുതാവാം വലുതാവാം. പക്ഷേ ഐഡിയോളജികൾ വ്യത്യസ്തമായ ഐഡിയോളജികളാണ്. സംസ്ഥ എന്ന് പറയുന്നത് ഒരു മുസ്ലിം സംഘടന, ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ള സംഘടനയാണ്. അവർക്ക് ഒരുപക്ഷെ ചില അവരുടെ കാര്യങ്ങൾ മറ്റുള്ള സംഘടനകളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ നിലപാട് കാര്യങ്ങളിൽ ചില നിലപാട് പറയേണ്ടി വരും. ആ നിലപാടുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.